Hi friends, welcome to Garam Masala, the magic spices of cooking. ഇറച്ചിപ്പത്തിരി. ഇന്ന് നമുക്ക് മലബാർ സൂപ്പർ ഡെലീഷ്യസ് ഡിഷായി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം. ഇത് പല സ്റ്റെപ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പത്തിരിക്ക് വേണ്ട സാധനങ്ങൾ മൈദ 1.5 കപ്പ്, ഉപ്പ്, എണ്ണ, വെള്ളം. ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ചിക്കൻ 250 ഗ്രാം, സവാള 2 എണ്ണം, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, എണ്ണ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി. ഫ്രൈ ചെയ്യുവാനും കോട്ട് ചെയ്യാനും വേണ്ട സാധനങ്ങൾ മുട്ട 2 എണ്ണം, പഞ്ചസാര 1 ടീസ്പൂൺ, എണ്ണ. ആദ്യം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ച എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കണം. ഈ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അവസാനമായി ഇതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി പത്തിരി തയ്യാറാക്കാം. മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇതിൽ നിന്നും 2 പത്തിരി പരത്തിയെടുക്കണം. ഇതിലെ ഒരു പത്തിരിയിലോട്ട് ഫില്ലിങ്സ് വയ്ക്കാം. ഇനി അടുത്ത പത്തിരി ഇതിന്റെ മുകളിലോട്ടായി വെക്കണം. ഇനി സൈഡ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ പത്തിരി റെഡിയായി. ഇതുപോലെ എല്ലാ പത്തിരികളും റെഡിയാക്കണം. അടുത്തതായി 2 മുട്ട എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നിറച്ചിട്ടുള്ള പത്തിരി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ പത്തിരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇറച്ചിപ്പത്തിരി നമുക്ക് വേറെ രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ആദ്യം നമ്മൾ ഫില്ലിങ്സ് ചെയ്ത് വെച്ചിട്ടുള്ള പത്തിരി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം
മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ പത്തിരിയും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.